ഇതോ അത് ശരിയായില്ല. അതല്ലേ പറഞ്ഞ ഇവിടുത്തെ ലീഗിൻ്റെ നിലപാടാണല്ലോ ഇവിടുത്തെ BJPയിലേക്ക് ഇപ്പം 3 പേരെ ഉണ്ടായുള്ളത്. ഇനി ഈ പശ്ചിമ ബംഗാളിൽ തുടങ്ങിയപ്പോൾ അവർക്ക് 3 MLA ഉണ്ടായിരുന്നുണ്ട് BJPക്ക്. ഇപ്പോൾ അവർ പിടിച്ചെടുത്ത്. അങ്ങനെ ഒരു അവസരം ഇപ്പോൾ കേരളത്തിൽ ഉണ്ടാക്കാനാണ് BJP നോക്കുന്നത്. കാരണം അവർക്ക് ഈ അഭിപ്രായം ശരിയായില്ല എന്ന് പറഞ്ഞ കുഴൽമാടനോട് എന്താ ചെയ്തത്? ഒരു കരുത്തനും മിടുക്കനും MLAയും പ്രഗത്ഭരായ ഒരു അഡ്വക്കേറ്റുമാണ് ഇദ്ദേഹം. അദ്ദേഹം ഒരു MLA കൂടെ അല്ലേ. ആ MLA ഒരു അഭിപ്രായം പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫ്ലക്സിൽ നിന്ന് പെടൽ വെട്ടി പുല്ലിൻ്റെ പുറത്താണ് വെച്ചത്. എൻ്റെ അർത്ഥം നീയൊക്കെ മിണ്ടിപ്പോയാൽ നിൻ്റെയൊക്കെ പെടൽ വെട്ടുകയെന്ന് ഒരു MLA സംബന്ധിച്ചിടത്താണ് പറഞ്ഞത്. കുഴൽമാടൻ ചെറിയ ഒരാളല്ല, പ്രഗത്ഭനായിട്ട് അവിടുന്ന് ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ച ഒരു MLA ആണ്. മാത്രമല്ല നിയമജ്ഞനാണ്, ഏറ്റവും നല്ലപോലെ നിയമം പഠിച്ചിട്ടുള്ള ഒരു അഡ്വക്കേറ്റും കൂടെയാണ്. ഇവിടെ ഇനി ഇതാണ് തുടങ്ങുന്നതിന് മുമ്പേ ഇതാണ് അനുഭവമെങ്കിൽ കേരളത്തിൽ ഇനി എന്താണ് നടക്കാൻ പോകുന്നതെന്ന് കണ്ടറിയണം. അഭിപ്രായം പറയുന്നതിനെല്ലാം വാടകയ്ക്കാണ്. ഇത് ജനാധിപത്യമല്ലേ എന്നാണല്ലോ ഇപ്പം നമുക്ക് മനസ്സിലാക്കേണ്ടത്. അവർ പറയുന്ന ഒത്തു പറയുന്നതിനെ വേണം ഇവിടെ. അവർ ഒത്തു പറയുന്ന ഒരാളായിരിക്കണം ഇവിടെ മുഖ്യമന്ത്രി. അല്ലെങ്കിൽ ഈ രാജ്യം കേരളം അവർ ഒത്തു പറയുന്നതനുസരിച്ച് പറയണം. ഉള്ളത് പറഞ്ഞാൽ അവൻ്റെ പിടല് പോക്ക്. ഞാനെന്ത് ചെയ്തിട്ടാണിപ്പോൾ എന്നെ ഇട്ടുകൊണ്ട് ക്രൂശിക്കുന്നത്? ഞാൻ ഒരു മുസ്ലിം ലീഗിനോടോ മുസ്ലിം സമുദായത്തോടോ ഒരു ഉദ്ദേശം പറഞ്ഞില്ലേ എന്ന് ഏത്തയിട്ട് വന്നിട്ട് എന്നെ വിടുന്നുണ്ടാകും. മുസ്ലിം ലീഗ് കാണിച്ച വിവേചനമാണ് ഞാൻ പറഞ്ഞത്. വിവേചനം പറഞ്ഞതിൻ്റെ പേരിൽ അതേ പറഞ്ഞുള്ളൂ വെള്ളാപ്പള്ളി എന്ന് പറഞ്ഞുള്ളൂ എൻ്റെ പേരിൽ കേരള മുഖ്യമന്ത്രി എന്തുമാത്രമാണ് ദ്രോഹിച്ചതും വേട്ടയാടിയത്. ഇവിടെ ഒരു സത്യം പറയാൻ നിവൃത്തിയില്ലാത്ത നേരത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നെ പിന്നെ സംശയമുണ്ടോ? ഈ അങ്ങയുടെ പ്രസ്താവനകളാണ് LDFന് ഭരണം നഷ്ടപ്പെടുത്താൻ കാരണമെന്നാണ് ഈ അവലോകന യോഗങ്ങളിലെല്ലാം CPIയും ചില നേതാക്കന്മാരുള്ള CPI പറഞ്ഞെങ്കിൽ CPIയുടെ അവലോകനങ്ങൾ എവിടെ നടന്നു? അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ CPIയുടെ ചേർത്തത് ഞങ്ങൾ ജയിച്ച് ഏറ്റവും ഭംഗിയായിട്ട് ജയിച്ചില്ലേ. പിന്നെ CPIയുടെ നേതൃത്വത്തിൻ്റെ പരാജയമാണെന്ന് തന്നെ അവർ പറഞ്ഞിട്ടില്ലേ. അതിന് ഈ നന്മയുണ്ടായാൽ അവിടെ നിന്ന് തിന്മ സംഭവിച്ചാൽ അത് വെള്ളാപ്പയുടെ തലയിൽ നിൽക്കരുത്. അവരുടേതായ മേഖലയിൽ അവഗ്രഹിച്ച് നോക്കും. CPIക്ക് അത് പറയാനുള്ള അവകാശമില്ല. അവരിവിടെ നിന്നിട്ട് എത്രയോ പാട്ടി പൊട്ടിത്തെറിച്ച് അത് അവർ ഭംഗിയായിട്ട് ജയിച്ച സ്ഥലമില്ലേ. ചേർത്ത് എന്ത് ഭംഗിയായിട്ട് ജയിച്ചു, മറ്റു സ്ഥലത്ത് എന്ത് തകർന്നു. അവരുടെ നേതൃത്വത്തിൻ്റെ പരാജയം, അവരുടെ നയത്തിൻ്റെ പരാജയം മാത്രമല്ല, ഭരണത്തിരുന്ന് കൂട്ടത്തിരുന്ന് ചവിട്ടിയവരല്ലേ അവർ. ഒരു ഐക്യമന്യ ഒരു UDF LDFൻ്റെ ഭരണം അവിടെ നിന്നപ്പോൾ ഒന്നിച്ച് നിന്ന് പോകുന്നതിന് പകരം ആ ഒന്നിച്ച് നിന്നുകൊണ്ട് തന്നെ അവർ കൂട്ടത്തിൽ നിന്ന് ചവിട്ടിയ ഇതിൻ്റെ ഭരണത്തിൻ്റെ ഇമേജ് തീർക്കാൻ ശ്രമിച്ച അല്ലാണ് CPI. അവർക്കൊന്നും പറയാനുള്ള അവകാശമില്ല.